ഈ കാണുന്ന ഒരു പഴയ വാട്ടർ ടാങ്ക് നമ്മൾ ഇന്നൊരു കിടിലം ഫിഷ് ടാങ്ക് ആക്കാൻ പോവായിരുന്നു കേട്ടോ. അതിനിടയ്ക്കാണ് ഈ ഒരു പൊട്ടൽ നമുക്ക് പണി തന്നത്. നമ്മൾ ഈ ടാങ്കിന്റെ പണി ശരിക്കും ഇവിടെ വെച്ച് നിർത്താൻ പോയിട്ടാ. പിന്നീടാണ് ഒരു MC വെച്ച് ചെറിയൊരു പരീക്ഷണം നടത്തിയത്. പൊട്ടലുള്ള ഭാഗത്തെല്ലാം നമ്മൾ MC വെച്ചങ്ങ് തേച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം അത് ഉണങ്ങാൻ വിട്ടിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കിയത്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിന്റെ പരിപാടി അങ്ങ് തുടങ്ങും. നമ്മളിത് വെക്കുന്ന സ്ഥലം ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ സ്വന്തം പ്രാന്തംപുറയും വന്ന് ചേർന്നിട്ടുണ്ട്. നമ്മളങ്ങനെ വീടിന്റെ മുകളിലേക്ക് ഈ ഒരു സ്ഥലത്തായിട്ട് ഇത് മാറ്റി കേട്ടോ. ഇനി വേണം നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാം. നമ്മുടെ ടാങ്കിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റും സോയിലും എല്ലാം നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ കുറച്ച് മീനുകളെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവന്മാരൊക്കെ ഏതാന്ന് ഞാൻ വഴിയെ കാണിക്കാം. അങ്ങനെ നമ്മുടെ ടാങ്കിലേക്ക് വേണ്ടിയിട്ടുള്ള സോയിൽ മേടിച്ചത് കൂടാതെ നമ്മൾ ഈ ഒരു ചരലും കൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ കഴുകി നമ്മുടെ ചരലൊക്കെ വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കി സോയിലോട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള എന്റെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ. ചെടിയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഈ ടാങ്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടിയോണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മേടിച്ച മീനുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.